ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഈ ക്യൂട്ട് കീ ചെയിൻ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ മാജിക് റിംഗ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെയാട്ടോ മാജിക് റിംഗ് ഇടുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ അറിയാവുന്നത് അതുപോലെ ആദ്യം മാജിക് റിംഗ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാജിക് റിംഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മാജിക് റിംഗിലോട്ട് 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി 5 എണ്ണം കൂടെ ഇട്ട് കൊടുക്കാം. ആറ് സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആകുമ്പം മാജിക് റിംഗ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആദ്യത്തെ ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി റൗണ്ട് 2ൽ ഓരോ ചെയിനിലും 2 സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ചെയിനിൽ ഞാൻ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്തു. ഇതുപോലെ ആ സെയിം ചെയിനിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പം അടുത്ത ചെയിനിലോട്ട് ഇതുപോലെ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പം ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ കിട്ടണം. റൗണ്ട് 2 കംപ്ലീറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി തേർഡ് റൗണ്ടിൽ ആദ്യത്തെ ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അടുത്ത ചെയിനിലോട്ട് 2 സിംഗിൾ ക്രോഷ്യയും ചെയ്യണം. ഇനി അത് കഴിയുമ്പം അടുത്ത ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അത് കംപ്ലീറ്റ് ആകുമ്പം അടുത്ത ചെയിനിലോട്ട് 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇതാണ് റൗണ്ട് 3യുടെ പാറ്റേൺ. ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പം ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യ കിട്ടും. അപ്പോൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി റൗണ്ട് 4 ആൻഡ് 5 ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യ കിട്ടണം. 4ഉം 5ഉം റൗണ്ട് ഈ സെയിം ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 5th റൗണ്ട് വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. ഞാൻ എൻ്റെ 5th റൗണ്ട് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചിട്ട് 5th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 6th റൗണ്ട് ആദ്യത്തെ 4 ചെയിനിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പം അടുത്ത 4 ചെയിനിലോട്ട് 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇൻക്രീസ് ആണ് ഓരോ ചെയിനിലും ചെയ്ത് കൊടുക്കുന്നത്.
ഇനി അടുത്ത ചെയിനിലോട്ട് ഒരു ഡിക്രീസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഡിക്രീസ് ചെയ്ത് കഴിയുമ്പം അടുത്ത ചെയിനുകളിലോട്ട് മുമ്പ് ചെയ്ത പോലെ 4 എണ്ണത്തിൽ ഇൻക്രീസും 4 എണ്ണത്തിൽ സിംഗിൾ ക്രോഷയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിയുമ്പം ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 7th റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടലി 25 സിംഗിൾ ക്രോഷ്യ കിട്ടണം. അപ്പോൾ 7th റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 8th റൗണ്ട് ആദ്യത്തെ 4 ചെയിനിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് 4 തവണ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഡിക്രീസ് ചെയ്ത് കഴിയുമ്പം അടുത്ത ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പം ആദ്യം ചെയ്ത പോലെ 4 ടൈംസ് ഡിക്രീസും പിന്നെ 4 ചെയിനിലെ സിംഗിൾ ക്രോഷ്യയും ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 17 സിംഗിൾ ക്രോഷ്യ കിട്ടണം. ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെയിൻ കൂടെ. ഇനി 9th റൗണ്ടിൽ ഫസ്റ്റത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അടുത്തത് ഒരു ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് ഒരു ഡിക്രീസ്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇത് 5 തവണ ചെയ്യുമ്പം ഒരു 2 ചെയിന് ബാലൻസ് വരും. അതിൽ ഒരു ഡിക്രീസും കൂടെ ചെയ്യണം. അപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ച് യാൺസ് തന്നെയാണ് ഫില്ലിങ്സ് ആയിട്ട് ആഡ് ചെയ്യണത്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പം ഒരു ചെയിനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് റൗണ്ട് 5 ടൈംസ് ഡിക്രീസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അവസാനം ഒരു സിംഗിൾ ക്രോഷ്യം കൂടെ. അങ്ങനെ ടോട്ടൽ 6 സിംഗിൾ ക്രോഷ്യാണ് ഇവിടെ കിട്ടേണ്ടത്.
അങ്ങനെ ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പം ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുത്തിട്ട് യാൺ കട്ട് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ കീ ചെയിൻ്റെ മെയിൻ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഐസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിവിടെ ടൈ ചെയ്യുമ്പം ഒത്തിരി ടൈറ്റ് ആക്കല്ല, ആ ഐസ് ഉള്ളിലോട്ട് കുഴിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് ചെയ്യണം. ഇനി ഇതിന് ബീക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് ക്യൂട്ടാക്കാൻ ലേശം ബ്ലഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കോംബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 3 ചെയിൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തേതിലോട്ടും മൂന്നാമത്തേതിലോട്ടും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പം 3 ചെയിൻ ഇട്ട് കൊടുക്കാൻ വീണ്ടും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് സ്കിപ്പ് ചെയ്ത് 2ലും 3ലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ഇട്ട് അതവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വിങ്സും കൂടെ ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ഇങ്ങനെയൊന്ന് ഹുക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് 2 ചെയിൻ ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തതിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ.